ഗൈസ് വെൽക്കം ബാക്ക് Alwin Techy വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഞാനൊരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫുഡ് എക്സ്പെരിമെന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ഇതൊരു ചെറിയൊരു തീക്കളിയും കൂടിയാണ്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ചെറിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മുടെ എക്സ്പെരിമെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 5 എക്സ്പെരിമെന്റ് ആണ് ഇന്നുള്ളത്. അപ്പൊ അതിനാവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ്, പിന്നെ ഒരു ഗ്ലാസ്, ചില്ലിന്റെ ഗ്ലാസ് തന്നെ വേണം കേട്ടോ. പിന്നെ ഇതായ ഒരു കളറാണ്, ഫുഡ് കളർ, അല്ലെങ്കിൽ ഇത് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന കളറാണ്. പിന്നെ 2 മെഴുകുതിരിയുണ്ട്. ഇത് ഒരു മെഴുകുതിരി ആയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ തീപ്പെട്ടി, വെള്ളം. അപ്പൊ നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഈ ഒരു 2 മെഴുകുതിരി കത്തിച്ച് ഇവിടെ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. കാറ്റുള്ളത് കൊണ്ട് ചെറുതായിട്ട് കെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഗ്ലാസ് അതിലേക്ക് കമഴ്ത്തി വെക്കാം. അന്നേരം എന്താ സംഭവിക്കുന്നത് നോക്കാം. അത് നിങ്ങള് കണ്ടില്ലേ, ഒരു വെള്ളം ഞാൻ ഒരു ഫുഡ് കളർ ചേർത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു വെള്ളം എത്രത്തോളം അതിലേക്ക് കയറുന്നുണ്ട് എന്നുള്ള ഒരു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കണ്ടില്ല, ഒരു ഗ്ലാസിന്റെ ഏകദേശം ഒരു പകുതി ഭാഗം, കാൽഭാഗത്തിന് മുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെന്റിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ എക്സ്പെരിമെന്റിന് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം, അതേപോലെ തന്നെ ഒരു മുട്ടയാണ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ, 7ആണോ 8ആണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല, ഒരു 7ാം ക്ലാസ് ആണ് തോന്നുന്നു. അപ്പൊ ആ ഒരു ക്ലാസ്സിലൊക്കെ ഒരു പഠിച്ച സംഭവമാണ്. അപ്പം എന്തായാലും ചെയ്ത് നോക്കാം. ഈ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു നോർമൽ വാട്ടർ ആണ്, അതിലേക്ക് മുട്ട ഇടുകയാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? വെള്ളം പുറത്തുപോയി. മാത്രല്ല മുട്ട താഴോട്ടേക്ക് പോയി. അപ്പൊ ഞങ്ങൾ നോർമൽ വാട്ടറിൽ ഇട്ട ടൈമിൽ ഈ ഒരു മുട്ട താഴോട്ടേക്ക് പോയിട്ട് കാണുന്നുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് വേറെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് നോക്കാം. ഞങ്ങൾക്ക് ഈ ഒരു മുട്ട ആ ഒരു ഉപ്പ് ലായനിലേക്ക് ഇട്ട് നോക്കാം. കണ്ടില്ലേ? അപ്പൊ കാശ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കും? ഉപ്പിടാത്ത വെള്ളമാണെങ്കിലേ മുട്ട താഴ്ന്നു കിടക്കും, ഉപ്പിട്ട വെള്ളമാണെങ്കിലേ മുട്ട പൊന്തി കിടക്കും. അപ്പം എന്തായാലും അടുത്തൊരു എക്സ്പെരിമെന്റിലേക്ക് പോവാം. അത് കുറച്ച് തീക്കളിയാണ്, അതിലേക്ക് എന്തായാലും പോവാം. കാശ് മൂന്നാമത്തെ എക്സ്പെരിമെന്റിലേക്കാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു തീക്കളിയാണ്. അപ്പം അതിനാവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് മൂന്നാമത്തെ എക്സ്പെരിമെന്റിലും വെള്ളവും ഗ്ലാസും മുക്കിയാണ് കേട്ടോ. അപ്പം വെള്ളം, ഗ്ലാസ്, അതേപോലത്തെ ഇതൊരു നെയിൽ പോളിഷ് ആണ്. നെയിൽ പോളിഷ് കളർ ഇല്ലാത്ത ഒരു, എന്താ പറയാ, വെള്ളത്തിന്റെ സെയിം ഒരു സംഭവമില്ല, ഇതിന് കളർ ഇല്ലല്ലോ അല്ലേ, കളർ ഇല്ലാത്തൊരു നെയിൽ പോളിഷ് ആണ്. അപ്പൊ ഇത് നമുക്കൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു നോക്കാം. ഒരു തീപ്പെട്ടി ഉണ്ട്. ഇനി ഇതൊന്ന് കത്തിച്ചു നോക്കാം കേട്ടോ. കത്തിയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് നിലവിലിപ്പം കത്തിയിട്ടാണ് ഉള്ളത്. കണ്ടല്ലേ, ഒരു മാജിക്കും കൂടിയല്ലേടാ ഇത്, ഒരു മാജിക്കും കൂടിയാണ്. അല്ലേ, കൈ വറക്കുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഇതിലത്തെ ഈ ഒരു വീഡിയോയിലെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. കണ്ടല്ലേ, ഇത് എത്ര ടൈം എത്തുമെന്ന് അറിയില്ല. അനേഷ് ഞങ്ങളുടെ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് കിഡ്ലായിട്ട് അവസാനിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 1-1.5 മിനിറ്റ് ആണ് കൂടുതലായിട്ട് അത് നിൽക്കുക. തീയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇത് കണ്ടില്ലേ, കളർ ഇല്ലാത്തൊരു സംഭവമാണ്. കളർ ഇല്ലതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കത്തും. പക്ഷെ ഒരു വെള്ളം തന്നെ പോലെ തോന്നിക്കണ്ടേ, ഒരു വെള്ളം കത്തുന്നതായിട്ട് ഫീല് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ഇല്ലാത്ത ഒരു നെയിൽ പോളിഷ് എടുത്തത്. അപ്പൊ ഞങ്ങളെ 4ാമത്തെ എക്സ്പെരിമെന്റിലേക്ക് പോവുകയാണ്. 3ാമത്തെ എക്സ്പെരിമെന്റ് വേറെ കിഡ്ലായിട്ട് പോയിട്ടുണ്ട്. അപ്പം 4ാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു മുട്ട വെച്ചിട്ടുള്ളതാണ്. മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ മുട്ടയാണ്. ഞങ്ങളുടെ ഇത് കണ്ടില്ലേ നിങ്ങള്, ഇത്ര ടൈം എടുത്ത മുട്ട ഉടഞ്ഞുപോയി ഗൈസ്, കയ്യിൽ നിന്ന് വീണതാ. അത് വേണ്ടിട്ട് നമ്മുടെ അനിയൻ വന്നിട്ട് നാടൻ മുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഗൈസ് വിഷയം മാറുന്നില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ചലഞ്ച് കൂടിയായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. നിങ്ങൾ ഈ മുട്ട കണ്ടില്ലേ,
ഇതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പരന്ന ഒരു പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ലെവലിൽ നിൽക്കില്ല. ഈ ഒരു അടി ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ലെവലിൽ നിൽക്കില്ല. പിന്നെ കുറച്ചും കൂടി കയ്യിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പോലെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു ലെവലിൽ നിൽക്കുന്നില്ല. ഇത് കണ്ടല്ലേ, അങ്ങനെ നിൽക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത്. എങ്ങനെ മുട്ട അതേപോലെ തന്നെ ഒരു പരന്ന പ്രതലത്തിൽ ഇത് കണ്ടില്ലേ, ഞാൻ പിടിച്ചു നിർത്തിക്കുന്ന കണ്ടില്ലേ, ഇതേപോലെ നിർത്തിക്കാൻ പറ്റൂന്നുള്ളതാണ് ഇപ്പോഴത്തെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വെറും ഇത്ര ഉപ്പ് മാത്രമാണ് വെച്ചിട്ട് നോക്കിക്കോളൂ നിങ്ങള്. ഒരു പരന്ന സ്ഥലത്തേക്ക് ഉപ്പ് വെക്കുക, ഒരു മുട്ട അവിടെ അങ്ങോട്ട് വെക്കുക, അവിടെ നിന്നില്ലേ. ഇനി ഇതൊന്ന് ഊതി കൊടുക്കും. നിങ്ങളത് കണ്ടില്ലേ, മുട്ട അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചലഞ്ചായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഇതൊരു ഉപ്പിൽ നിൽക്കുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതിന് ആവശ്യമുള്ളത് കുറച്ചൊരു പൊടി ഉപ്പ് മാത്രമാണ്. ഞങ്ങള് ഇതിന് വേണ്ടിട്ട് എത്ര ഉപ്പ് എടുത്തിനെന്നുള്ള കാര്യം ഒന്ന് മുട്ട പൊന്തിച്ചൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇത്ര ഉപ്പ് മാത്രമാണ് ഈ ഒരു സംഭവം നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് അവസാനത്തെ എക്സ്പെരിമെന്റിലേക്ക് പോകാം. 5ാമത്തെ എക്സ്പെരിമെന്റ് ആണ്. അതും കുറച്ച് ഇച്ചിരി ഡേഞ്ചർ ആണ്. അതൊന്നും ചെറിയ വീട്ടില് ചെയ്തു നോക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇതൊക്കെ സിമ്പിൾ ആണ്. ഇങ്ങനെയുള്ള ഒരു ചലഞ്ചും കാര്യമൊക്കെ ചെയ്യുന്നത് കുറച്ച് രസകരമുള്ള ഒരു സംഭവമായിരിക്കും. ഇനി 5ാമത്തെ എക്സ്പെരിമെന്റിലേക്ക് പോകാം. ഈ ഒരു മാജിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് തീപ്പെട്ടി, ഒരു കത്രിക, അത് വെച്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കിക്കോളൂ. ഇത് ഞങ്ങൾക്കൊന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു കവറില്ലേ, അത് മാത്രമായിട്ട് മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് കണ്ടല്ലേ, ഇതൊരു പകുതി ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ ശരിക്കും ഞങ്ങൾക്ക്. എന്നിട്ട് ഈ ഒരു തീപ്പെട്ടി വെക്കുക. ഇത് ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക, ചെറിയ രീതിയിലൊന്ന് ചുരുട്ടി കൊടുക്കുക. ഇത് കാണുന്നില്ലേ, ചെറിയ രീതിയിലൊന്ന് ചുരുട്ടി കൊടുക്കുക. ഇങ്ങനെ വെക്കുക. അല്ലേ, ഒരു മാജിക്കും കൂടിയാണ്. കണ്ടില്ലേ, സിമ്പിൾ സംഭവമാണ്. വലിയ റിസ്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ റിസ്ക് ഇല്ല. പക്ഷെ ചെറിയ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് അനുകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവസാനമായിട്ട് ഒന്നും കൂടി കാണിച്ചു തരണ്ടേ അല്ലേ. സംഭവം സിമ്പിൾ ആണ്, പക്ഷെ എന്റെ കൈ ചെറുതായിട്ട് പൊള്ളി വന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇത് കണ്ടില്ലേ, ചെറിയൊരു കല വന്നിട്ട് അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം 5 എക്സ്പെരിമെന്റ് ആണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ചില കാര്യങ്ങൾ കുട്ടികൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. സിമ്പിൾ ആയിട്ടുള്ള സംഭവമില്ല, നമ്മള് മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ചെയ്തതും. അത് കുട്ടികളായാലും വലിയവരായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കിട്ടില്ല സംഭവമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്. ഇത് കണ്ടില്ലേ, ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, കൈപുള്ളിയാടാ. അപ്പം എന്തായാലും ചെയ്ത് നോക്കുക, എന്നിട്ട് ബാക്കി പറയാം. ഷിയോണേ.